എവിടെ നോക്കിക്കഴിഞ്ഞാലും നറുക്കെടുപ്പ് തന്നെയാണ്. അല്ല, എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി ബ്ലോഗർമാർക്കെല്ലാം ചിലവ് കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് പൈസ വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വണ്ടിയാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങൾ മുടക്കിയിട്ടുള്ള വീടാണ്. ഈ വീട് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് പെട്രോൾ അടിക്കാനും ഇതിനെന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പൈസ വേണം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ഫാമിലി വ്ളോഗർമാർ, അതായത് പണ്ടൊക്കെ നല്ല പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫാമിലി വ്ളോഗർമാർ മുഴുവൻ ഇപ്പോഴൊരു നറുക്കെടുപ്പിൻ്റെ ഉടായ്പുമായിട്ട് വന്നിരിക്കുകയാണ്. അതിൽ അവസാനമായിട്ട് വന്നത് ടി ഫാമിലിയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അല്ലടോ നീ എന്താ ടി ഫാമിലിനെ അങ്ങനെ പറയുന്നത്? അത് നറുക്കെടുപ്പല്ലേ, അത് മോശമാണോ? അവരൊരു ബെഡ്ഷീറ്റ് തന്നിട്ടല്ലടോ നറുക്കെടുക്കുന്നത് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. എൻ്റെ പൊന്നു മക്കളെ, ഈ ബെഡ്ഷീറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ ആകെ 400 രൂപയേ ഉള്ളൂ. ആ ബെഡ്ഷീറ്റാണ് 1600 രൂപക്കങ്ങായിട്ടാണ് അവർ വിൽക്കുന്നത്. അതിൻ്റെ അകത്ത് കിട്ടുന്നത് നിങ്ങൾക്കൊരു കൂപ്പണാണ്. അപ്പോൾ 1000 രൂപേൻ്റെ കൂപ്പണും 200 രൂപ അവരുടെ സർവീസ് ചാർജും 400 രൂപ ബെഡ്ഷീറ്റിനും. പിന്നെ ബെഡ്ഷീറ്റ് ബൾക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ 200 രൂപയ്ക്ക് ഈ സാധനം കിട്ടും. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പം നിങ്ങൾ ഈ ബോച്ച ടീ കൊണ്ടുവന്നില്ലേ, ബോച്ച ടീ മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു സമ്മാന കൂപ്പൺ തരും. ആ കൂപ്പണിനകത്ത് 10 ലക്ഷം രൂപ വരെ അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ബോച്ച കുറേ ആളുടെ പൈസ ഇങ്ങ് തട്ടിച്ചു കൊണ്ടുപോയി. അതുപോലെ പാണ്ടിക്കാട് കുഞ്ഞാനും ടീമും വന്നിട്ട് കുറേ മനുഷ്യന്മാരുടെ പൈസ ഇങ്ങ് തട്ടിച്ചു കൊണ്ടുപോയി. ഇപ്പം പുതിയൊരു തട്ടിപ്പുമായിട്ട് നമ്മളെ ടി ഫാമിലി വന്നിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്നെ എന്താ വെച്ചാൽ ഒരു നറുക്കെടുപ്പ്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അതിനൊരു ബെഡ്ഷീറ്റ് സമ്മാനം. ഞാൻ അതല്ല ആലോചിക്കുന്നത്, നമ്മുടെ ഈ മനുഷ്യന്മാരൊക്കെ എന്താ ഇങ്ങനെ പൊട്ടന്മാരായി പോയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയുള്ള ഉടായ്പുകളെ എന്തുകൊണ്ട് നമ്മൾ തിരിച്ചറിയുന്നില്ല? അതിൻ്റെ അകത്ത് വരുന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ മുഴുവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടമ്മമാരുടേതാണ്. അവർ പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ്, ഒരു ബെഡ്ഷീറ്റ് വാങ്ങിക്കണമെന്ന് ഞാനും വിചാരിച്ചതാണ് ചേച്ചി, എനിക്കൊരു 5 ബെഡ്ഷീറ്റ് വേണം ചേച്ചി, എനിക്ക് 2 ബെഡ്ഷീറ്റ് വേണം, എൻ്റെ ഭർത്താവിനോട് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞതേ ഉള്ളൂ ഒരു ബെഡ്ഷീറ്റ് വേണമെന്ന്. എൻ്റെ പൊന്നു മക്കളെ, അവർ ചെലവിന് തന്ന പൈസ നേരത്തിട്ട് നിങ്ങൾ ഇമാതിരി ഉടായ്പിനൊന്നും പോയി നിന്ന് കൊടുക്കല്ലേ. അതായത് നിങ്ങളുടെ ആ ഭർത്താവ് എന്ന് പറയുന്ന അയാളില്ലേ, എവിടെയെങ്കിലും മഴയും നഞ്ഞിട്ടായിരിക്കും ഈ പൈസ കൊണ്ടു തരുന്നത്. നിങ്ങൾ ഇതുപോലെ ഉടായ്പിനൊന്നും കൊണ്ട് കൊടുത്തേക്കരുത്. അതായത് ഇതൊക്കെ ലോട്ടറി തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഇതിൻ്റെ അകത്ത് സമ്മാനം കിട്ടിയാൽ കിട്ടി, ഇല്ലേ ഇല്ല. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്നാൽ പിന്നെ എനിക്ക് പൈസ കിട്ടിയെന്നാ. നമ്മളിപ്പോൾ ഓണം ബമ്പർ എടുക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, നമുക്ക് തന്നെയാ പ്രൈസ് എന്നല്ലേ. പക്ഷേ 500 രൂപ പോയിട്ട് പിന്നെ ഇങ്ങനെ മുകളിലോട്ടൊക്കെ നിൽക്കുമ്പോഴല്ലേ നമുക്കറിയുള്ളൂ നമുക്കല്ല പ്രൈസ് എന്ന്. അതേപോലെ തന്നെയാണിത്. നിങ്ങൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് പറ്റിക്കുകയാണ്. ഇവരൊക്കെ എന്തിനാണ് ഇതിൽ കൂട്ടു നിൽക്കുന്നത്? അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫാമിലിയാണ് ഈ ടി ഫാമിലി. അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കൊടുക്കും. പിന്നെ എന്തിനാണ് ഈ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്നത്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ഇനി അധിക കാലമൊന്നും നമ്മുടെ ചാനലൊന്നും അങ്ങനെ ഓടൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രസവം അതുപോലെ തന്നെ കുട്ടികളെ വളർത്തൽ, ഇതാണ് പ്രധാനപ്പെട്ട കണ്ടന്റ് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ. അതിന് കഴിയില്ലെങ്കിൽ പിന്നെന്ന് പറഞ്ഞാൽ ഓടൂല ഇത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കണം എന്ന് കരുതിയിട്ടാണ് ഇവരൊക്കെ ഇതിനിറങ്ങിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊരു വലിയ കോക്കസ് തന്നെയാണ്, അല്ലാതെ ഇത് ചെറിയ ആൾക്കാരൊന്നുമല്ല. ഇതൊരു വലിയ ടീമാണ്, ഇത് ടീം വർക്കാണ്. അത് പ്രമുഖ വ്ളോഗർമാർ എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഇടയിലുള്ള ഭയങ്കരമായിട്ട് വ്യൂസുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പിന്നിൽ. ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇതാദ്യം കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ ഈ ബുൾജെറ്റ് എന്ന് പറയുന്ന ഒരു സഹോദരന്മാരാണ്. അവന്മാർ 250 രൂപയ്ക്ക് ഒരു കീ ചെയിനാണ് വിറ്റത്. ആ കീ ചെയിനോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 10-25 ലക്ഷം രൂപ അവന്മാർ ഉണ്ടാക്കിയിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ആദ്യത്തെ നറുക്കെടുപ്പ് അവർ നറുക്കെടുപ്പില്ല കേട്ടോ, അവർ ഈ കീ ചെയിന് കൊടുക്കുക വിട്ടോളൂ, അത്രയേ ഉള്ളൂ. അതായത് 250 രൂപ കീ ചെയിന്, ലോകത്തെവിടെ ഈ കീ ചെയിന് കിട്ടൂല. അങ്ങനെ ഒരുപാട് പൊട്ടന്മാർ എന്ത് ചെയ്തു, 250 രൂപ കൊടുത്തിട്ട് ഈ സാധനം വാങ്ങിച്ചു. അങ്ങനെ അവർ കുറച്ച് പൈസ ഉണ്ടാക്കി. അത് കഴിഞ്ഞതിൻ്റെപ്പാണ് ഇങ്ങനെയുള്ള നറുക്കെടുപ്പ് ഉടായ്പകൾ വരാൻ തുടങ്ങിയത്. അതായത് കുറേ കൂപ്പൺ അടിക്കുക, ഏതെങ്കിലും ഒരു വീട് കാണിക്കുക, അതുപോലെ തന്നെ കുറേ കാറുകൾ. ഈ പൈസയിലുണ്ടെങ്കിൽ അവന് ചികിത്സ നടത്താം. അവന് പിന്നെ എന്താ പറയേണ്ടത്, വീട് വിൽക്കാതെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ചികിത്സയും നടത്താൻ, കടവും വിടാം. പക്ഷെ ഇതൊന്നും ചെയ്യുന്നില്ല. ഇതൊന്നും ചെയ്യാതെ ഇതുപോലെയുള്ള ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് 1000 രൂപ ആണെങ്കിൽ 1000 രൂപ, അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്. 1000 രൂപ പാവപ്പെട്ടവനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വലിയ തുക തന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ കുറേ പിന്നെ എന്താ പറയുക, ആയിരക്കണക്കിന് രൂപ വരുമാനമുള്ളവർക്ക് അതൊരു കുഴപ്പമല്ല. പക്ഷേ ചെറിയ വരുമാനക്കാർക്ക്, അതുപോലെ തന്നെ 5000 രൂപക്ക് വരെ വാടകയ്ക്ക് താമസിക്കുന്ന, അതിലെ 3000 രൂപക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 1000 രൂപ എന്ന് പറഞ്ഞാൽ വലിയ പൈസയാണ്. അതാണ് ഇവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത്, ഒരു വിലയും ഇല്ലാതാക്കിയിട്ട് ഇവരൊക്കെ പച്ചക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവർക്കൊന്നും പറഞ്ഞാൽ ദയ, ദാക്ഷിണ്യം, സിമ്പതി ഇങ്ങനെയുള്ള ഒരു കാര്യവുമില്ല.
അതായത് ആരെങ്കിലും പറ്റിക്കുമ്പോൾ ഈശ്വര എനിക്കല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ കാണുന്നവർ അവരെടുക്കുന്ന 1 രൂപ പോലും പിന്നെ പറ്റിക്കാനുള്ള ഇടവരുത്തല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇതുപോലെയുള്ള കൂപ്പണൊന്നും കൊണ്ട് നമ്മൾ ഒരിക്കലും വരത്തില്ല മക്കളെ. ഏതോ പറഞ്ഞു കഴിഞ്ഞാലും വരില്ല. ആര് പറഞ്ഞു കഴിഞ്ഞാലും നാളെ ഒരു കൂപ്പണിൻ്റെ പ്രമോഷൻ ഉണ്ട്, നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ പറയും ആ പൈസ കൊണ്ടുപോയിട്ട് നിങ്ങൾ എവിടെയെങ്കിലും കുഴിച്ചുമൂട്, എന്നാലും ഞാൻ വരില്ല എന്ന് പറയും. കാരണം എന്തിനാണ്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എങ്ങനെ നമുക്ക് ആ ചോറ് തിന്നാൻ തോന്നും? ഒരു മനുഷ്യൻ്റെ കണ്ണീര് വീണ പൈസയല്ലേ ഈ 1000 റുപ്യ. ഈ 1000 റുപ്യ ആരാ? വലിയ പണക്കാരാണോ ഇവർക്ക് കൂപ്പൺ എടുക്കുന്നത്? അതൊന്നുമല്ല. ഈ വീടില്ലാത്ത കുറേ അത്താഴ പ്രശ്നക്കാരുണ്ട്, അവരാണ് ഈ കൂപ്പൺ എടുക്കുന്നത്. 4-5 കൂപ്പണാണ് അവരെടുക്കുന്നത്. കിട്ടിയ ഒരു വീടായില്ലേ, അതാണ് അവരുടെ ചിന്ത. പക്ഷെ ഇവന്മാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പച്ചക്ക് എന്നിട്ട് പറ്റിക്കുകയല്ലേ. എന്തിനിങ്ങനെ ഒരു നാറിയ സ്വഭാവം കാണിക്കുന്നത്? ആവശ്യത്തിനുള്ള പൈസ ഇവർക്കില്ലേ? ഇവരൊക്കെ വലിയ വലിയ കാറുകൾ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളുള്ള വീടുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏടെ പോകാനും വേണ്ടിയിട്ടും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉണ്ട്. സ്പോൺസർമാരാണെങ്കിൽ കുറേ എണ്ണം ഉണ്ട്. പിന്നെ എന്തിനാണോ ഇങ്ങനെ പാവങ്ങളുടെ 1000 റുപ്യക്ക് വേണ്ടി എന്തിനിങ്ങനെ ചെയ്യുന്നത്? അതുകൊണ്ട് എൻ്റെ പൊന്ന് ടി ഫാമിലി ഇതിൽ നിന്ന് പിന്മാറണം. കാരണം നിങ്ങളില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആ ബെഡ്ഷീറ്റ് ഒരു 200 റുപ്യക്ക് കൊടുക്ക്. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടോ? ഇല്ല ഒരു 300 റുപ്യക്ക് ആ ബെഡ്ഷീറ്റ് കൊടുക്കാനുള്ള ധൈര്യം ഉണ്ടോ? ഒരു ഡബിൾ കോട്ട് ബെഡ്ഷീറ്റ് 300 റുപ്യ, ഇല്ല 400 റുപ്യ, അങ്ങനെയൊന്നും കൊടുക്കാൻ നോക്ക്. അല്ലാതെ നിങ്ങൾ 1600 റുപ്യ 1400 റുപ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളിങ്ങനെ പച്ചയൊക്കെ പറ്റിക്കരുത്. കാരണം ഇതൊന്നും അറിയാതെ വന്ന് പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കുറേ സ്വർണം കിട്ടും, ഇല്ലെങ്കിൽ കുറേ കാറ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും അറിയില്ല അവർക്ക്. ഈ പാവങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അവരെയൊക്കെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ സത്യസന്ധന്മാരാണ്, ഇവരൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എന്നൊക്കെയാണ് അവരൊക്കെ വിചാരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ്, ഇതൊന്നും നമുക്ക് കിട്ടാനേ പോകുന്നില്ല. പിന്നെ പുതിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറേ ദാരിദ്ര്യം പറയല്, അതുപോലെ തന്നെ അസുഖത്തെ പറ്റി പറയല്, ഇങ്ങനെയൊക്കെയാണ് ചില ആൾക്കാർ മറ്റുള്ളവരെടുക്കുന്ന 1000 രൂപ തട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ അസുഖക്കാർ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, എനിക്ക് 3 കോടി റുപ്യ കടമുണ്ട്, 2 കോടി റുപ്യ കടമുണ്ട്. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ അസുഖത്തിന് വേണ്ടിക്ക് നമ്മൾ എത്ര പൈസ വേണമെങ്കിലും തരാം. നിങ്ങളൊരു പിരിവ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ അതിന് പൈസ തരാം. അത് പാവപ്പെട്ടവനായാലും 100 റുപ്യ 100 റുപ്യ 10 റുപ്യ 10 റുപ്യ നമ്മൾ തരാം. ഇപ്പം നമ്മളെ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 34 കോടിയാണ് കൊടുത്തത്. അതൊന്നെന്ന് പറഞ്ഞാൽ എല്ലാ പണക്കാരും മാത്രമല്ല കൊടുത്തത്, ഇവിടെയുള്ള പാവപ്പെട്ടവൻ വരെ കൊടുത്തിട്ടുണ്ട്, 10 റുപ്യ വരെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെയൊക്കെ ഈ സഹായം ചെയ്യുന്ന മലയാളികളെ ഈ എന്താ പറയേണ്ടത്, ബിസിനസ് നടത്തിയിട്ട് 3 കോടി റുപ്യയും 4 കോടി റുപ്യയും കടം വന്നു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറ്റിക്കാൻ നടക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് 4 കോടിയും 3 കോടിയും ഉണ്ടെങ്കിൽ അത് ബിസിനസ് ചെയ്തോ സഹിക്കുക. ഈ പാവപ്പെട്ട മനുഷ്യന്മാർ എന്തിനാണ് അത് സഹിക്കുന്നത്? അവൻ്റെ ക്യാൻസർ രോഗം മാറാനാണെങ്കിൽ എല്ലാവരും കൂടിയിട്ട് ഒരു ഫണ്ട് നമുക്ക് കൊടുക്കാം, അതൊരു കുഴപ്പമില്ല. പക്ഷേ ഇവർക്കൊക്കെ എന്താ വെച്ചാൽ ഈ ക്യാൻസർ രോഗത്തിൻ്റെ മറവിൽ ക്യാൻസർ രോഗം പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്യാൻസർ രോഗി എന്ന് പറഞ്ഞാൽ വേറെ ആരും ഒന്നും മിണ്ടൂല. എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടെങ്കിൽ അയ്യോ ദേ കിടക്കുന്നതാ ഡിംലൈറ്റ് ബ്ലോഗ് ക്യാൻസർ രോഗികളെ പറ്റിയിട്ട് മോശം പറഞ്ഞിരിക്കുന്നതാ എന്ന് പറഞ്ഞിട്ട് നാളെ കുറേ എണ്ണം വരും. ക്യാൻസർ രോഗികളെ പുച്ഛിച്ചു, ക്യാൻസർ രോഗികളെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് നാളെ കുറേ എണ്ണം വരും. എൻ്റെ പൊന്നു മക്കളെ, ക്യാൻസർ രോഗം എന്ന് പറഞ്ഞാൽ ആർക്കും വരാം. അതുപോലെ തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക അടിത്തറ മുഴുവൻ പോകും. അതിനൊക്കെ സഹായം ചോദിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ഉഡായിപ്പിന് സഹായം ചോദിക്കരുത്. അതായത് വലിയ വീട്, വലിയ ബംഗ്ലാവ്, വലിയ കാറ് ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് 2 കോടി റുപ്യ കടമുണ്ട്, ഞാനൊരു ക്യാൻസർ രോഗിയാണ് എന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണ്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതിനെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നത്, അല്ലാതെ വേറെയൊന്നുമല്ല. നിങ്ങൾ അവരുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ മാന്യമായിട്ടുള്ള ശമ്പളം കിട്ടും. പിന്നെ എന്തിനാണ് നിങ്ങളുടെ കയ്യിലുള്ള 1000 രൂപയും മാമാർ ചൊട്ടാമണി നിൽക്കുന്നത്? ഇവിടെയുള്ള പ്രധാനപ്പെട്ട യൂട്യൂബർമാരെല്ലാം ഇതുപോലെ തന്നെയാണ്. എല്ലാവരും വേണ്ടത് പൈസ മാത്രമാണ്. കണ്ണിച്ചോരിയില്ല ഒരുത്തനും കണ്ണിച്ചോരിയില്ല, സ്നേഹവുമില്ല. എല്ലാവരും എങ്ങനെ മറ്റുള്ളവനെ ഊമ്പിച്ച് പൈസ ഉണ്ടാക്കണം, എങ്ങനെ അവൻ്റെ പൈസ എൻ്റെ പോക്കറ്റിൽ വരണം, ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ നമ്മുടെ പ്രേക്ഷകരും. ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരാൾ പോലും നിങ്ങൾക്ക് വെറുതെ ഒന്നും പൈസ തരത്തില്ല, അത് നിങ്ങൾ ആലോചിക്കണം. അതായത് നിങ്ങൾ 1000 രൂപ കൊടുത്ത പാട് നിങ്ങൾക്ക് 10,000 രൂപ അങ്ങ് ആരും തരത്തില്ല. എല്ലാവരുടെയും ചിന്ത എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ലാഭം മാത്രമാണ്, അല്ലാതെ ഇവിടെ ഒരു കോപ്പുമല്ല. എല്ലാവർക്കും ലാഭമാണ് വേണ്ടത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും മുടിഞ്ഞ ലാഭം. അത് തന്നെ ഒരു ഹോട്ടലായാലും ശരി, എന്തെന്നായാലും ശരി, എങ്ങനെയൊക്കെ ജനങ്ങളെ പിഴിയാം, വഞ്ചിക്കാം, അവരെ രോഗിയാക്കാം എന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒന്നും തലേ കയറാതെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. നന്ദി, നമസ്കാരം.